നമസ്കാരം. ഇത് പറയുമ്പോൾ ആരും എൻ്റെ അടുത്തോട്ട് വന്ന് ദേഷ്യപ്പെടാനായിട്ട് നിൽക്കണ്ട. ഞാൻ അതിജീവിതകളുടെ കൂടെ തന്നെയാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റി വീണ്ടും വീണ്ടും അബദ്ധം പറ്റുന്നത് അങ്ങനെയുള്ളവരെ അതിജീവിതകളായിട്ട് കാണാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് തന്നെ ഞാൻ പറയട്ടെ. പക്ഷേ നടിയായിട്ടുള്ള അതിജീവിതയുടെ കാര്യത്തിൽ ഞാൻ 100% അവരുടെ കൂടെ തന്നെയാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ ദിലീപിൻ്റെ സിനിമ കാണരുത് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു ദിവസം ബസ്സിൽ ഒരു അമ്മ മകൻ പറഞ്ഞതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ എത്രയോ നടന്മാർ ഇതിനു മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ട് ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നു, ഇപ്പോഴും നമ്മൾ ആ സിനിമകൾ കാണുന്നു. എനിക്ക് മനസ്സിലാവാത്തത് ദിലീപിന് മാത്രം അയാളെ വെറുതെ വിട്ടു. എന്തൊക്കെ പറഞ്ഞാലും ദിലീപ് അല്ല എങ്കിൽ മറ്റൊരാൾ അതിൻ്റെ ആ സ്ഥാനത്തുണ്ട്. അയാളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനും ഈ ആൾക്കാർക്കും ഒക്കെ തന്നെയാണ്. അതിന് നടി മുമ്പോട്ട് പോകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കുകയും ചെയ്യാം. എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ പൊളിഞ്ഞിരിക്കുന്ന ആളെ, അല്ലെങ്കിൽ ഇനി ദിലീപ് തന്നെയാണെങ്കിൽ അയാളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ പേരിൽ അയാളുടെ സിനിമ ബഹിഷ്കരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് ഈ CID മൂസയും ഈ പറക്കും തളികയും ഒക്കെ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഏത് സിനിമ കണ്ടാലാണ് ഇപ്പോൾ ഒന്ന് ചിരിക്കാൻ തോന്നുന്നത്? ഏത് സിനിമയാണ് ഇന്ന് ഇറങ്ങുന്നത്? നമുക്കൊന്ന് ചിരിക്കണമെന്നും ഒക്കെ തോന്നുമ്പോൾ നമ്മൾ കാണുന്ന സിനിമകളാണിതൊക്കെ. അതൊന്നും എന്തായാലും ദിലീപിനെ ഇങ്ങനെ ഒരു കുറ്റാരോപിതൻ അല്ലെങ്കിൽ ബഹിഷ്കരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ എത്ര പേർക്ക് ഈ പറഞ്ഞ പോലെ മുകേഷിനെ ബഹിഷ്കരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ ബഹിഷ്കരിക്കാൻ സാധിക്കും? അങ്ങനെ എത്രയോ പാർട്ടി നേതാക്കളും പാർട്ടിക്കാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ പാർട്ടികളുടെയും. അവരെയൊക്കെ നമുക്ക് എങ്ങനെ ബഹിഷ്കരിക്കാൻ സാധിക്കുന്നത്? അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രശ്നം എന്തിനാണ് ദിലീപിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ സിനിമയുടെ വലിയൊരു ആരാധികയാണ്. ഞാൻ ഇതൊന്നും ബഹിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യം 100% എല്ലാവർക്കും ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൾസർ സുനി ഒരു ദിവസം എല്ലാവരും ആരോപൊക്കെ പറഞ്ഞ പോലെ ഒരു ദിവസം ഉച്ചയ്ക്ക് ചോറിന് ഇപ്പോൾ ഇന്നെങ്കിൽ കൊട്ടേഷൻ ഒന്നും കിട്ടിയില്ല, ഇന്നെങ്കിൽ ഒരു നടിയെ അങ്ങ് ബലാത്സംഗം ചെയ്ത് ചിത്രീകരിച്ച് അതങ്ങ് ഇതാക്കിയേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടതൊന്നും ചിന്തിക്കാനും മാത്രം വിഡ്ഢിയൊന്നുമല്ല ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനങ്ങളും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്തായാലും ആ നടി അപ്പീൽ പോകും. ഇനിയും കേസ് ഇതിൽ കോടതികളിലേക്കൊക്കെ പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപ് ഇപ്പോൾ കുറ്റക്കാരനല്ലെന്ന് വിധിച്ച സ്ഥിതിക്ക് അയാളെ കുറ്റക്കാരനല്ലാന്ന് നമുക്ക് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഇനി ആണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആരായാലും അതിന് പിന്നിലൊരാളുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ ഇയാളുള്ള സെറ്റിലും ഈ ഫൽസസുനിയുള്ള സെറ്റിലും മറ്റാരെങ്കിലുമാണ് ഇത് മുതലെടുത്തതാണെങ്കിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും കൊള്ളാം. ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയായില്ല. ഇങ്ങനെയൊന്നും ദിലീപിൻ്റെ ഈ സിനിമയൊക്കെ ബഹിഷ്കരിച്ച് നമ്മൾ എത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് തന്നെ കണ്ടറിയണം. അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.